Good afternoon. Good afternoon. Okay, so നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഞങ്ങൾ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ, ഓൾ മ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മള് എത്തിക്കൽ ലീഗൽ ഇഷ്യൂസിന്റെ നെസസിറ്റിയെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അറിയുന്നതിന്റെ ആവശ്യകത എന്താണെന്നും മെഡിക്കോ ലീഗൽ കേസസ് എന്താണെന്നുള്ളത് അല്ലെ. എന്താണ് മെഡിക്കോ ലീഗൽ കേസ് പറഞ്ഞിരുന്നു. മെഡിക്കോ ലീഗൽ കേസിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മള് എന്താ കണ്ടത്, കുറച്ച് ആക്ടുകൾ അല്ലെ, ലോകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പറയുന്ന ജനറൽ ആക്ടുകൾ പഠിക്കാനുണ്ട്. പിന്നെ ഹോസ്പിറ്റലിന് ഹോസ്പിറ്റലിൽ മാത്രമായിട്ടുള്ള ആക്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, മിസ്സലേനിയസ് ആയിട്ട് ഒരുപാട് ആക്ടുകൾ പഠിക്കാനുണ്ട് കേട്ടോ. ഓരോ ആക്ടുകളുടെ വർഷങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോ ആക്ടിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അതിനകത്ത് 3 ആക്ടുകൾ ഇന്നലെ നമ്മൾ പറഞ്ഞത് ഇതൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? ഒന്നാമത്തെ എന്തായിരുന്നു? ജനറൽ ആക്ടുകളാണ് ഹോസ്പിറ്റലിനും ബാധകമായിട്ടുള്ള ആക്ടുകളാണ് നമ്മൾ പറഞ്ഞത്. ഹോസ്പിറ്റലിന് മാത്രമല്ല പറഞ്ഞത്, ഹോസ്പിറ്റലിനും ബാധകമായിട്ടുള്ള കുറച്ചധികം ആക്ടുകൾ അല്ലെ, ജനറൽ ആക്ടുകളാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 3 ആക്ടുകൾ പറഞ്ഞു അല്ലെ. ഏതൊക്കെയാണ് നമുക്ക് കറക്റ്റ് ആൻസർ? എന്താണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് അല്ലെ, 1947, 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്. അത് അങ്ങനെ വർഷമായിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞു പഠിക്കണം. എന്തായിരുന്നു അതിന്റെ പറഞ്ഞത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി എന്ന പദത്തിന്റെ കീഴിലാണ് വരുന്നത് അല്ലെ. അത് മാത്രമല്ല, എംപ്ലോയീസിന്റെ എണ്ണം 50-ഓ 50-ൽ കൂടുതലോ ആണെങ്കിൽ ഈ പറയുന്ന ആക്ട് അവിടെ അപ്ലിക്കബിൾ ആണ് അല്ലെ. അത് നമ്മൾ കണ്ടിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. വ്യാവസായിക സമാധാനവും ഐക്യവും സുരക്ഷിതമാക്കുക, വ്യാവസായിക തർക്കങ്ങൾ പരിഹരിക്കുക. രണ്ടാമത് നമ്മൾ പറഞ്ഞത് മിനിമം വേജസ് ആക്ട് ആണ് അല്ലെ, 1948 അല്ലെ, 1948 മിനിമം വേജസ് ആക്ട് ആണ് അല്ലെ. അതായത് വിവിധ ഗ്രൂപ്പ് തൊഴിലാളികളുടെ എന്താണ് മിനിമം വേതനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട് ആണ്. ഓക്കെ, അതിനത്രയും നമ്മൾ പറഞ്ഞിട്ടു. പിന്നെ നമ്മൾ പറഞ്ഞത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ആണ് അല്ലെ, PF ആക്ട് ആണ്. ഏതാ വർഷം ഏതാണ്? 1952 ആണ് കേട്ടോ. 1952 എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. അപ്പൊ നമ്മള് ഗണേശ കറക്റ്റ് ആണ് കേട്ടോ. PF-നെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതായത് എംപ്ലോയീസിൽ നിന്ന് അവരുടെ വേതനത്തിന്റെ അല്ലെ, ജീവനക്കാര് അവരുടെ വേതനത്തിൽ നിന്ന് ഒരു ഭാഗം എന്താണ് PF-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതേ സെയിം തുക തന്നെ അല്ലെ, അതേ ഈക്വൽ എമൗണ്ട് തന്നെ എംപ്ലോയറും തൊഴിലുടമകളും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, PF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇത് എവിടേക്കാ പോകുന്നത്? ഗവൺമെന്റിലോട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ജീവനക്കാരുടെ എണ്ണം 20-ഓ അതിലധികമോ ആണെങ്കിൽ ഈ പറയുന്ന PF ആക്ട് അവിടെ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. മെസ്സേജ് കറക്റ്റ് ആണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? നോൺ കംപ്ലൈൻസ് ഇസ് പനിഷബിൾ ബൈ ദ ഇംപ്രിസൺമെന്റ് അല്ലെ. നമ്മൾ ഈ നിയമം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ജയിൽ ശിക്ഷയ്ക്ക് വരെ കാരണമാകും. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947, മിനിമം വേജസ് ആക്ട് 1948, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് PF ആക്ട് 1952. ഓക്കെ, 1952. ഇത്രയും ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ലോകം കൂടെ പരിചയപ്പെടാം. അടുത്തത് എന്താണ്? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 കേട്ടോ. 1965 ബോണസ് ആക്ട് ആണ് കേട്ടോ. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 അല്ലെ. നമ്മൾ പൊതുവെ ബോണസ് എന്ന് പറയാറുണ്ട് അല്ലെ. നമുക്കറിയില്ലേ, പ്രത്യേകിച്ച് ഈ ഫെസ്റ്റിവലൊക്കെ വരുന്ന സമയത്ത്, ഓണം വിഷു ഒക്കെ സമയത്തൊക്കെ നമുക്ക് ബോണസ് കിട്ടാറുണ്ട് ജോലി ചെയ്യുമ്പോൾ അല്ലെ. അല്ലെങ്കിൽ നമ്മൾ പറയാറ് എനിക്ക് ബോണസ് ആയിട്ട് കിട്ടിയതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞാല് നമുക്കൊരു ഫിക്സഡ് സാലറി ഉണ്ട് അല്ലെ, നമുക്കൊരു ഫിക്സഡ് സാലറി ഉണ്ട്. അതിന് പുറമെ നമുക്ക് തരുന്ന ഒരു അധിക വരുമാനം അല്ലെ, ബോണസ് ആയിട്ട് കിട്ടുന്നതാണ് അല്ലെ, അധിക വരുമാനം. അതാണ് നമ്മൾ പൊതുവെ എന്ത് പറയാ? ബോണസ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, മനസ്സിലിരിക്കട്ടെ. എനിക്കത് വായിക്കാം. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ്
where the number of employees greater than 40. അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. അപ്പൊ മൂന്നാമത്തെയാണ് നമ്മൾ പറയുന്നത്. നമ്പർ ഓഫ് എംപ്ലോയീസ് 40 അല്ലെ, 40ഓ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്ഥലത്ത് ഈ പറയുന്ന ബോണസ് ആക്ട് അവിടെ അപ്ലിക്കബിൾ ആണ്. എത്രയാണ് ജീവനക്കാരുടെ എണ്ണം പറഞ്ഞത്? 40 കേട്ടോ. ഡിസ്പ്യൂട്ടിൽ എത്രയാണ് പറഞ്ഞത്? 50 പറഞ്ഞത്. പ്രൊവിഡന്റ് ഫണ്ടിൽ എത്രയാണ് പറഞ്ഞത്? 20 പറഞ്ഞത്. ബോണസിൽ എത്രയാണ് നമ്മൾ പറയുന്നത്? 40 കേട്ടോ പറഞ്ഞത്. മാറിപ്പോകരുത്. അപ്പൊ ജീവനക്കാരുടെ എണ്ണം 40ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ ഈ പറയുന്ന ബോണസ് ആക്ട് അവിടെ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അടുത്തത് എന്താ പറയുന്നത്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആണ് സ്പെയർഡ്. എന്താണ്? ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ സ്പെയർഡ്. ചാരിറ്റബിൾ ആയിട്ടുള്ള അല്ലെ, അതുപോലെ തന്നെ നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന അവരെ എന്തായിരിക്കും സേവന മനോഭാവത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളെ ഈ പറയുന്ന ബോണസ് ആക്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, ബോണസ് ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് എങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെയാണ്? ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. അതായത് ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ. അവരുടെ ലക്ഷ്യം എന്ത് മാത്രമാണ്? നല്ലൊരു സേവനം പ്രൊവൈഡ് ചെയ്യുക, സേവന മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ. ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കറിയാം ഇപ്പൊ ലാഭം ഇച്ഛിക്കുന്നില്ല അവർ, കൂടുതൽ എന്താണ് നല്ല സേവനങ്ങൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ് അധിക വരുമാനം എന്ന് പറയാൻ, ലാഭം എന്ന് പറയാൻ മാത്രം ഒരുപാട് വരുമാനം ചിലപ്പോൾ വന്നോന്ന് വരും. ശരിയല്ല, കാര്യം സേവന മനോഭാവത്തോടു കൂടി മാത്രമാണ് അതിലൂടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അധിക വരുമാനം ഒരു ലാഭം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിന് വന്നോന്ന് വരില്ല. അങ്ങനെ എന്തെങ്കിലും അധികം അഡീഷണൽ ഇൻകം വരുമ്പോഴാണല്ലോ തൊഴിലുടമകൾക്ക് തൊഴിലാളികൾക്ക് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? അധിക വരുമാനം എന്തെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ശരിയല്ലേ? അപ്പൊ അങ്ങനെയൊന്നും ചിന്തിച്ചാൽ മതി കേട്ടോ. നോൺ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ചാരിറ്റബിൾ എന്ന് പറയുമ്പോൾ അവര് ലാഭമല്ല അവിടെ മെയിൻ ആയിട്ട് പ്രാധാന്യം കൊടുക്കുന്ന സർവീസ് മെന്റാലിറ്റിയോട് കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ. അപ്പൊ സർവീസിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ചിലപ്പോൾ അധികം ഇൻകം ഒന്നും ചിലപ്പോൾ അവർക്ക് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിന്, അതായത് തൊഴിലുടമകൾക്ക്, തൊഴിലാളികൾക്ക് അധിക വരുമാനം, ശമ്പളത്തിന് പുറമെ ഒരു അധിക വരുമാനം ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക, ലാഭമില്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. ലാഭമില്ലാണ്ട് നമുക്ക് ഒരു സ്ഥാപനത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇവിടെ നമ്മൾ ലാഭം എന്ന് പറയുന്ന വാക്കിനല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സർപ്ലസ് എന്നൊക്കെ നമുക്ക് പറയും. മിച്ചം എന്ന് പറയുന്ന വാക്കിനായിട്ട് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാര്യം എന്താണ്? അവർ സേവന മനോഭാവത്തോടു കൂടി സർവീസ് കൊടുക്കുന്നു. അപ്പൊ അവർക്ക് എന്തെങ്കിലും മിച്ചം വരികയാണെങ്കിൽ അല്ലെ, എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ട് മിച്ചം, അതിന് നമ്മൾ ലാഭം എന്നല്ല പറയാൻ നല്ലത്, മിച്ചം വരിക എന്ന് പറയുന്നത് കുറച്ചും കൂടെ നല്ലത്, സർപ്ലസ്. അപ്പൊ മിച്ചം വരുവാണെങ്കിൽ തന്നെ ആ ഒരു എമൗണ്ട് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവർ ഉപയോഗിക്കുന്നുണ്ടാവാം? ആ ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഇന്നോവേഷൻസിനായിരിക്കും, കുറേയും കൂടെ ക്വാളിറ്റി പരിചരണങ്ങൾ കൊടുക്കാനായിരിക്കും ആ ഒരു എമൗണ്ട് അവർ യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ജീവനക്കാർക്കൊരു സാധാരണ സാലറിക്ക് പുറമെ ഒരു അധിക വരുമാനം അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത് ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ സ്പെയർഡ് ഫ്രം ദിസ് ആക്ട്. ഈ ഒരു ആക്ടിൽ നിന്നും ചാരിറ്റബിൾ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റലിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ക്ലിയർ ആണോ പറഞ്ഞത്? ഒക്കെയാണോ? മനസ്സിലാകുന്നില്ലേ? ഒക്കെയാണല്ലോ. ശരി, അത്രയേ ഉള്ളൂ ഇതിനകത്ത് പോയിന്റ് കേട്ടോ. അടുത്ത നോക്കാം, നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തതാണ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 കേട്ടോ. 1972 പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കേട്ടോ. ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. ഏതാണ് വർഷം? 1972 കേട്ടോ. ഗ്രാറ്റുവിറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഗ്രാറ്റുവിറ്റി കൊടുക്കുക സാധാരണ നമ്മൾ എന്താ പറയുക, വിരമിക്കുന്ന സമയത്ത് അല്ലെ, നമ്മൾ ജോലിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ജോലിയിൽ നിന്ന് റിസൈൻ ഒക്കെ ചെയ്തു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ആ ഒരു ജോലി ചെയ്യുന്നതിന്റെ നമ്മുടെ ഒരു പ്രായം കഴിയുന്നത് അല്ലെ, നമ്മളൊരു എന്താ പറയാ മരണം എന്ന് പറയുന്നത് മരണാസന്നരായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ആ ജോലിയിൽ നിന്ന് വിരമിച്ചു പോകുന്ന സമയത്ത്, റിസൈൻ ചെയ്തൊക്കെ പോകുന്ന സമയത്ത് കൊടുക്കുന്നതാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് അല്ലെ. പൊതുവെ നമ്മൾ അങ്ങനെയല്ലേ വാക്ക് കേൾക്കുന്നത്, ഗ്രാറ്റുവിറ്റി കിട്ടാന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കൊന്ന് നോക്കാം, ഒന്ന് ശ്രദ്ധിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ ടു ദ എംപ്ലോയീസ് അറ്റ് 15 days pay for every completed year of service at the time of his or her superannuation on death. ഒന്നാമത്തെ പോയിന്റ് ആയിട്ടാണ് കേട്ടോ. ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ
ടു ദ എംപ്ലോയീസ് അറ്റ് 15 days to pay. 15 days എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. 15 days pay for every completed year of service at the time of his or her superannuation of death. അതായത് സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ വിരമിക്കുന്ന സമയത്ത് അല്ലെ, അതായത് ആ ഒരു സർവീസ് ചെയ്യുന്നവര് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെത്തിനോടനുബന്ധിച്ച് അല്ലെ. അപ്പോഴെന്താണ് അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ശ്രദ്ധിക്കുക കേട്ടോ. പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിലും, ശ്രദ്ധിച്ച് കേൾക്കാം, പൂർത്തിയാക്കിയിട്ടുള്ള കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനമാണ് ഗ്രാറ്റുവിറ്റി ആയിട്ട് ഒരാൾക്ക് കൊടുക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അതായത് പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിനും, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനമാണ് എന്തായിട്ട് കൊടുക്കുന്നത്? ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാള് 10 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 10 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഓരോ ആദ്യത്തെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വർഷത്തെ ഒരു 15 ദിവസത്തെ വേതനം പ്ലസ് രണ്ടാമത്തെ വർഷം, ആ വർഷം അയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു വർഷത്തെ 15 ദിവസത്തെ വേതനം പ്ലസ് അങ്ങനെ അങ്ങനെ പോയിട്ട് എത്ര വർഷം അയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ആ കംപ്ലീറ്റ് ചെയ്ത ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനമാണ് എന്തായിട്ട് കൊടുക്കുന്നത്? ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കുന്നത്. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാള് അയാളൊരു കമ്പനിയില് തുടർച്ചയായിട്ട് 20 വർഷം അയാൾ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. 20 വർഷം അയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സേവനം പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ലാസ്റ്റ് ബ്രോൺ സാലറി, അവസാനത്തെ അവരുടെ അയാൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന വാർഷിക വരുമാനം കേട്ടോ പറയുന്നത്. വാർഷിക വരുമാനം 50,000 രൂപയാണെന്ന് വിചാരിക്കാം. അതായത് 20 വർഷം അയാൾ സേവനം പൂർത്തിയാക്കിയിട്ടുണ്ട്. അവസാനത്തെ അല്ല ലാസ്റ്റ് ബ്രോൺ സാലറി എന്ന് പറഞ്ഞിട്ട് 50,000 രൂപയാണ്. പ്രതിവർഷം 50,000 രൂപയാണ് അയാൾക്ക് സാലറി ഉണ്ടായത്. ഓക്കെ, അപ്പൊ നോക്കൂ, 20 വർഷം അയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ എന്താ? കംപ്ലീറ്റ് ചെയ്ത ഓരോ വർഷത്തിലും 15 ദിവസത്തെ വേതനം. അപ്പൊ 20 വർഷം കംപ്ലീറ്റ് ചെയ്തു, അത് എത്ര? ഇൻറ്റു 15 ദിവസത്തെ വേതനമല്ലേ കൊടുക്കുന്നത്. അപ്പൊ 20 വർഷം കംപ്ലീറ്റ് ചെയ്തു, ആ 20 ഇൻറ്റു 15 അപ്പൊ എത്ര വരിക? 300 ആണ് വരിക. അതായത് 300 ഡേയ്സ് ആണ് വരിക. ഓക്കെ, 300 ഡേയ്സിൽ 300 ദിവസമായിട്ടാണ് വരിക. ഈ 300 ദിവസത്തിന് നമ്മൾ ഒരു വർഷത്തേക്കായിട്ട് കണക്കാക്കും. ഒരു വർഷത്തേക്കായിട്ട് അപ്പൊ എന്ത് ചെയ്യണം? 365 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വെറുതെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, കാൽക്കുലേഷൻ ഒന്നും വരില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാൽ 300 ദിവസത്തിന് നമ്മൾ ഒരു വർഷത്തിലേക്ക് മാറ്റാം. വർഷത്തിലേക്ക് മാറ്റാൻ എന്തൊരു വർഷത്തിൽ 365 ദിവസം അല്ലേ? 300/365 അപ്പൊ ഏകദേശം ഒരു 0.82 സംതിങ് ഒക്കെ വരും. അത്രയേറെ വരും. ആ 0.82 ഇൻറ്റു ലാസ്റ്റ് ബ്രോൺ സാലറി എത്രയാണ്? 50,000 രൂപ. ആ 50,000 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ നമുക്ക് 41,000 രൂപ കിട്ടും. ഈ 41,000 രൂപയായിരിക്കും അയാൾക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. പറഞ്ഞ് മനസ്സിലായോ? അതിൽ കംപ്ലീറ്റ് ചെയ്ത വർഷം 20 വർഷമാണ്. ആ ഒരു 20 വർഷത്തെ ഓരോ വർഷത്തിനും കംപ്ലീറ്റ് ചെയ്ത ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനമാണ്. അതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന ഒരു മോഡലാണ് ഞാൻ പറഞ്ഞത്. ആ എമൗണ്ട് ആണ് അവർക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണ് വിചാരിച്ചത് കേട്ടോ. അത് വായിച്ചു നോക്കി. ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ ടു എംപ്ലോയീസ് അറ്റ് 15 days pay for every completed year of service at the time of his or her superannuation or death. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായി വിചാരിക്കുന്നു കേട്ടോ. അടുത്ത നോക്കൂ, എംപ്ലോയീസിന്റെ എണ്ണം ഗ്രേറ്റർ ദാൻ 10 ആണ് കേട്ടോ. അതായത് ജീവനക്കാരുടെ എണ്ണം 10ഓ അതിലധികമോ ആണെങ്കിൽ ഈ പറയുന്ന ഗ്രാറ്റുവിറ്റി ആക്ട് അവിടെ അപ്ലിക്കബിൾ ആണ്. അപ്പൊ ജീവനക്കാരുടെ എണ്ണം എത്ര? 10. മറന്നു പോകരുത്. ഡിസ്പ്യൂട്ട്സിൽ നമ്മൾ 50 ആണ് പറഞ്ഞത്, പ്രൊവിഡന്റ് ഫണ്ട് 20 പറഞ്ഞു, ബോണസിൽ 40 പറഞ്ഞു, ഗ്രാറ്റുവിറ്റിക്ക് ആയിട്ട് നമ്മൾ എത്രയാണ് പറയുന്നത്? 10 ആണ് കേട്ടോ. എംപ്ലോയീസിന്റെ എണ്ണം 10ഓ അതിലധികമോ ആണെങ്കിൽ ഈ പറയുന്ന ആക്ട് അവിടെ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കേ, ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു 5 years സർവീസ് കംപ്ലീറ്റഡ് വർക്കേഴ്സ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗ്രാറ്റുവിറ്റി ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു 5 years സർവീസ് കംപ്ലീറ്റഡ് വർക്കേഴ്സ്. അതായത് 5 വർഷമെങ്കിലും പൂർത്തിയാക്കിയിട്ടുള്ള ജീവനക്കാർക്ക് മാത്രമേ എന്ത് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആവുള്ളൂ? ഗ്രാറ്റുവിറ്റി അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആവുള്ളൂ. മനസ്സിലായല്ലോ? കുറഞ്ഞത് 5 വർഷമെങ്കിലും തുടർച്ചയായിട്ട് സേവനം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ജീവനക്കാർക്ക് മാത്രമേ ഗ്രാറ്റുവിറ്റി അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആവുള്ളൂ. മനസ്സിലായാലും 5 വർഷം വേണം കേട്ടോ. 5 വർഷമെങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ജീവനക്കാർക്ക് എന്തിനു വേണ്ടി അപ്ലൈ ചെയ്യാം? ഈ പറയുന്ന ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടിയിട്ട് അത് എലിജിബിൾ ആണ്, നമുക്കത് അപ്ലൈ ചെയ്യാം. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. 1 year ഇൻ കേസ് ഓഫ് ഡെത്ത്. 1 year ഇൻ കേസ് ഓഫ് ഡെത്ത്. ഇപ്പൊ മരിച്ചു പോവാന്ന് വിചാരിക്കാം. മരണമാണെങ്കിൽ
ഒരു വർഷം കണക്കാക്കിയാൽ മതി. ഒരു വർഷം കണക്കാക്കിയിട്ട് ആ ഒരു വർഷത്തെ 15 ദിവസത്തെ വേതനം എന്തായി കൊടുക്കുക, ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കാം. അതായത് ഇപ്പൊ ചില ആളുകള് നമ്മൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു 9 മാസം വർക്ക് ചെയ്ത് 9 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇയാള് മരണപ്പെടുക എന്ന് വിചാരിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു വർഷം പോലും അതിന് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ അയാൾ മരണപ്പെട്ടു പോയതാണ്. അപ്പൊ എന്ത് ചെയ്യാൻ, നമുക്ക് 9 മാസം എന്നുള്ളത് നമുക്ക് ഒരു വർഷമായിട്ട് തന്നെ കണക്കാക്കിയിട്ട് ആ ഒരു എമൗണ്ട് നമുക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് 9 മാസം കഴിയുമ്പോൾ ആൾ മരിച്ചു പോയത് കൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യാം, ആ ഒരു 9 മാസം ബാക്കി ഒരു 3 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അതിനെ ഒരു വർഷമാക്കി തന്നെ കണക്കാക്കിയിട്ട് ആ ഒരു വർഷത്തെ 15 ദിവസത്തെ വേതനമായിട്ട് എന്തായിട്ട് കൊടുക്കുക, ഗ്രാറ്റുവിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ കേട്ടോ. ഗ്രാറ്റുവിറ്റി ആക്ട് എന്ന് പറയുന്നത് 1972 സാധാരണ നമ്മൾ ഒരു വിരമിച്ചു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഡെത്തിനോടനുബന്ധിച്ച് എന്താണ് കൊടുക്കുന്ന ഒരു ആക്ട്, ഒരു പേയ്മെന്റ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്താം, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിലും 15 ദിവസത്തെ വേതനമാണ് ഗ്രാറ്റുവിറ്റി ആയിട്ട് ഒരാൾക്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എംപ്ലോയീസുകളുടെ എണ്ണം 10 അതിലധികമാണെങ്കിൽ ഈ ഒരു ആക്ട് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. 5 വർഷം പൂർത്തിയാക്കിയിട്ടുള്ള ജീവനക്കാർക്ക് ഈ ഒരു ആക്ടില് എന്താ പറയാ, ഈ പറയുന്ന 5 വർഷം സേവനം പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾ ഇന്ന് എലിജിബിൾ ആണ്, അവർക്ക് ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇനി മരണമാണെങ്കിൽ 1 വർഷം കണക്കാക്കിയിട്ട് അവർക്ക് എന്ത് കൊടുക്കാം, ഗ്രാറ്റുവിറ്റി പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്ന ആക്ടിലാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 കേട്ടോ. 1936 വേജസ് ആക്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് മിനിമം വേജസ് ആക്ട് കേട്ടോ, മാറിപ്പോവരുത്, അത് മിനിമം വേജസ് ആണ്. ഇത് പറയുന്നത് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936, 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. അതിനെന്ത് എന്താ പറയുന്നത്, this is statement of wages that shows all details കേട്ടോ. അതായത് ഈ പറയുന്ന വേതനവും വേജസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട് ആണ് കേട്ടോ. പേയ്മെന്റ് വെച്ചാൽ പ്രധാനമായിട്ടും തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് എന്ന് പറയുന്നത്. അതായത് അവർക്ക് ഏറ്റവും ടൈമിലി ആയിട്ടും വളരെ ഫെയർ പേയ്മെന്റ് അവർക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. ജീവനക്കാർക്ക് വളരെ ടൈമിലി ഫെയർ ലഭിക്കുക, എന്നുവെച്ചാൽ സമയത്തിന് വേതനം ലഭിക്കുക, അതുപോലെ തന്നെ വളരെ ഫെയർ ആയിട്ടുള്ള പേയ്മെന്റ് കിട്ടുക. എന്ന് വെച്ചാൽ എന്ത് ജോലിയാണോ അവർ ചെയ്യുന്നത് അതിന് അർത്ഥമായിട്ടുള്ള ഒരു വേതനമായിരിക്കണം അവർക്ക് ലഭിക്കേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഇതെല്ലാം ബാധകം. അതെ ബാധകമാണ് കേട്ടോ. എല്ലാവരും പറയുന്ന ലോ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ബാധകമാണ് കേട്ടോ. അത് പിന്നെ പ്രൈവറ്റിന് മാത്രം ഗവൺമെന്റിന് മാത്രം അങ്ങനെയൊന്നുമില്ല. ഈ പറയുന്ന നിയമങ്ങള് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. നിയമമാണത്, ലോയാണ് കേട്ടോ, എല്ലാവർക്കും ഒരുപോലെ ബാധകം. അപ്പൊ നോക്കുക, ഇവിടെ പറഞ്ഞത് എന്താണ്, ഈ പറയുന്ന തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവരുന്നത് കേട്ടോ. അവർക്ക് വളരെ ടൈമിലി പേയ്മെന്റ് ലഭിക്കണം, അതുപോലെ ഫെയർ ആയിട്ടുള്ള പേയ്മെന്റ് ലഭിക്കണം. അപ്പൊ നമ്മൾ തോന്നിയ സമയത്ത് അവർക്ക് സാലറി കൊടുത്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യുന്ന ജോലിക്ക് അർത്ഥമായിട്ടുള്ള ഒരു തുക വേണം അവർക്ക് വേതനമായിട്ട് കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ആക്ട് അത്രയേ ഉള്ളൂ കേട്ടോ. 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. അതിനകത്ത് വേജസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ഈ ഒരു ആക്ടിനകത്ത് പ്രസ്താവിക്കുന്നു. ഓക്കെ. പിന്നെന്താണ് അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, വേജസ് മസ്റ്റ് ബി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 7 days ഓഫ് ദ മന്ത്. ഫസ്റ്റ് 7 days എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. വേജസ് മസ്റ്റ് ബി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 7 days ഓഫ് ദ മന്ത്. അതായത് ഒരു മാസത്തില് ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ എന്ത് കൊടുത്തിരിക്കണം, വേജസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അത് വിട്ടു പോകാനായിട്ട് പാടില്ല കേട്ടോ. ഒരു മാസത്തില് ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ എന്ത് കൊടുത്തിരിക്കണം, അവർക്ക് വേജസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം, വേതനം കൊടുത്തിരിക്കണം. ഓക്കെ, അത്രയും മാത്രമേ നമുക്ക് ഓർക്കാനുള്ളൂ കേട്ടോ. വർഷം ഓർക്കാം 1936 ആണ്. പിന്നെ മാസത്തിലെ ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ വേജസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അടുത്തതാണ് കേട്ടോ. അടുത്ത ആക്ട് ആണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. ഇത് നിങ്ങൾ പലപ്പോഴും ESI എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലെ. ESI ആക്ട് ആണ് കേട്ടോ. 1947 ESI ആക്ട് ആണ്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് അല്ലെ. ESI ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, നമുക്കിടയിൽ തന്നെ ESI ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ 1948 എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്.
എന്താണ് ഇത് പറയുന്നത്? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ESI എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് കേട്ടോ അത്. അത് മാത്രമല്ല ഒരു ഗവൺമെന്റ് ആണ് കേട്ടോ, ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. ഇത് വന്നിട്ട് ഈ പറയുന്ന ആളുകൾക്ക്, തൊഴിലാളികൾക്ക് സാമൂഹികവും അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയും ആരോഗ്യ സുരക്ഷയും ഉറപ്പാക്കുന്ന ഒരു ആക്ട് ആണ് കേട്ടോ. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. അതൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇത് വന്നിട്ട് തൊഴിലാളികൾക്ക് പണമായിട്ടും മെഡിക്കൽ ആനുകൂല്യങ്ങളും അതായത് സാമ്പത്തിക ഭദ്രതയും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കുന്ന ഒരു ആക്ട് ആണ് കേട്ടോ. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ദ ഫിനാൻഷ്യൽ ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ടു ദ ഇൻഡസ്ട്രിയൽ എംപ്ലോയീസ് is a precaution against sickness, maternity and employment related injury. അതോ ഇത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ എംപ്ലോയീസിനാണ് അല്ലെ, വ്യാവസായിക തൊഴിലാളികൾക്ക്. വ്യാവസായിക തൊഴിലാളികൾക്ക് ഒരുപാട് എന്താ പറയാ പണമായിട്ടും മെഡിക്കൽ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സ്കീമാണിത് കേട്ടോ, ഒരു ആക്ട് ആണെന്ന് നമുക്ക് പറയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വ്യാവസായിക തൊഴിലാളികൾക്ക് അവർക്ക് അസുഖം അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റേണിറ്റി അല്ലെ, പ്രസവം, അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും പരിക്കുകളോ മുറിവുകളോ ഒക്കെ ഏൽക്കുകയാണെങ്കിൽ അതിനെതിരെ ഒരു മുൻകരുതൽ, അവർക്കെതിരായിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ESI ആക്ട്. തന്നെ മനസ്സിലായോ? അതായത് വ്യാവസായിക തൊഴിലാളികൾക്ക് അവർക്ക് അസുഖം വരാം, പരിക്കുകൾ വരാം, അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ സംഭവിച്ചാൽ, അവർക്ക് തൊഴിലിടങ്ങളിൽ ചെറിയ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ട് ഡിസേബിൾ ആയി പോകുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലെ. അങ്ങനെ തൊഴിൽ സംബന്ധമായിട്ടുണ്ടാകുന്ന പരിക്കുകൾ എന്നിവയ്ക്കൊക്കെയുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിൽ മെഡിക്കൽ ആനുകൂല്യങ്ങളും സാമ്പത്തിക ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു എന്താ പറയാ കൊടുക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ESI ആക്ട് 1948. ഇതാണ് അവിടെ ക്ലിയർ ആണല്ലോ. അടുത്ത നോക്കിക്കേ, എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് 4% ഓഫ് ദ ടോട്ടൽ വേജ് പേ. അതായത് നമ്മളിപ്പോ PF പറഞ്ഞു എംപ്ലോയീസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എംപ്ലോയറും PF-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ESI ഉണ്ടല്ലോ, അതിലേക്ക് രണ്ട് മുട്ടിലും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എംപ്ലോയീസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ പറഞ്ഞതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷെ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കുക. Employees contribute 4% of the total wage bill. മൊത്തം വേതന ബില്ലിന്റെ 4% ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, ESI-യിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ESI-നെ പറ്റി നമുക്ക് കൂടുതൽ വിശദമായിട്ട് പഠിക്കാനുണ്ട്. കാരണം ഇനി മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ESI-നെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, 4% ESI-യിലേക്ക് എന്ത് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അതിൽ എംപ്ലോയീസും എംപ്ലോയറും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യും. രണ്ട് കൂടി PF പോലെ തന്നെ രണ്ടുപേരും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാല് PF-നകത്ത് ഒരേ തുക തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെ. എംപ്ലോയി എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നോ അതേ സെയിം തുക തന്നെയാണ് എംപ്ലോയർ, തൊഴിലുടമകളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ ESI-ൽ വ്യത്യാസമുണ്ട് കേട്ടോ. ESI-ൽ എംപ്ലോയീസ് കുറച്ചും എംപ്ലോയർ ആണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. മനസ്സിലാക്കിയിട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 4% ESI-യിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് മനസ്സിലാൻ ചെയ്ത് കേട്ടോ. അടുത്തത് എന്താണ്? ESI is not applicable if hospitals are providing complete and free treatments to employees and dependents. എന്താണ് പറയുന്നത്? ESI is not applicable if the hospitals are providing complete and free treatments to employees and dependents. അതായത് ഈ പറയുന്ന എംപ്ലോയീസ് ജീവനക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്ക് എന്നുവെച്ചാൽ അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഈ പറയുന്ന സൗജന്യവും സമ്പൂർണവുമായിട്ടുള്ള ഹോസ്പിറ്റൽ എന്താ പറയാ ഹോസ്പിറ്റൽ ചെലവുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ESI അവിടെ അപ്ലിക്കബിൾ അല്ല. എന്നോട് പറയാം, ESI ആർക്കാണ് അപ്ലിക്കബിൾ അല്ലാത്തത്? ഈ പറയുന്ന ജീവനക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കേസുകൾ വരികയാണെങ്കിൽ അവര് വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെ ചിലപ്പോൾ അവർക്ക് എന്ത് കൊടുക്കും, ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ച് അവിടുത്തെ ആളുകൾക്ക്, അവിടുത്തെ എംപ്ലോയീസിന് കമ്പനി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ട്രീറ്റ്മെന്റുകളും അങ്ങനെയുള്ള ഇൻഷുറൻസ് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുക്കുന്ന നിങ്ങൾ മെഡിക്കൽ ജീവനക്കാരാണെങ്കിൽ അവർക്ക് എന്ത് അപ്ലിക്കബിൾ അല്ല? ESI അപ്ലിക്കബിൾ അല്ല. ക്ലിയർ ആയോ എന്ന് പറഞ്ഞ കാര്യം? അതായത് ഒരു ഹോസ്പിറ്റൽസ് ആർ പ്രൊവൈഡിങ് കംപ്ലീറ്റ് ആൻഡ് ഫ്രീ ട്രീറ്റ്മെന്റ്സ് ടു എംപ്ലോയീസ് ആൻഡ് ഡിപെൻഡൻസ്.
ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അപ്പൊ ആ ഒരു കമ്പനിയിൽ ജോലിക്കാർക്ക് എന്തെങ്കിലും അസുഖം വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ആ കമ്പനി തന്നെ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കമ്പനിയായിട്ട് കയ്യൊപ്പുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ വഴിയായിട്ട് അവിടുത്തെ ജീവനക്കാർക്ക് എന്ത് മെഡിക്കൽ പ്രശ്നങ്ങൾ വന്നാലും ട്രീറ്റ്മെന്റുകൾ ആ കമ്പനി തന്നെ അവർക്ക് സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള തൊഴിലാളികൾക്ക് എന്ത് അപ്ലിക്കബിൾ അല്ല? ESI അപ്ലിക്കബിൾ അല്ല. ക്ലിയർ ആണല്ലോ? കാരണം കമ്പനി തന്നെ എല്ലാ കേസ് ഹോസ്പിറ്റൽ കേസും വഹിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് വേറെ ESI എന്ന് പറയുന്നത് പിന്നെ ഒരു ആനുകൂല്യം അവർക്ക് ലഭിക്കില്ല. ക്ലിയർ ആണല്ലോ? അതാണ് കേട്ടോ അവിടെ പറഞ്ഞത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ ആണ്. അടുത്തത് കേട്ടോ, ഇറ്റ് ഈസ് എ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് കേട്ടോ. ഇറ്റ് ഈസ് എ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട്. എന്താണ് ഇതൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണെന്ന് പറയാനുള്ള റീസൺ എന്താ? കാര്യം എന്താന്ന് വെച്ചാല് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ലെ, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നഴ്സ് അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ അനുബന്ധ ജീവനക്കാർ അവരൊക്കെ എന്താ ചെയ്യുന്നത്? രോഗികൾക്ക് ഏറ്റവും നല്ല പരിചരണമാണ്, ട്രീറ്റ്മെന്റ് ആണ് അവർ കൊടുക്കുന്നത് അല്ലെ. എന്നതുപോലെ ഈ പറയുന്ന ആക്ടും എന്ത് തന്നെയാണ് ആളുകൾക്ക് കൊടുക്കുന്നത്? നല്ലൊരു മെഡിക്കൽ അല്ലെ, ഈ പറയുന്ന മെഡിക്കൽ ആനുകൂല്യങ്ങളും അതുപോലെ സാമ്പത്തിക ആനുകൂല്യങ്ങളും ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു അർത്ഥത്തിലാണ് ഇറ്റ് ഇസ് എ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് എന്നാണ് പറയുന്നത്. ഒരു മെഡിക്കൽ പ്രൊഫഷണൽ രോഗികൾക്ക് എങ്ങനെയാണോ ട്രീറ്റ്മെന്റും പരിചരണമൊക്കെ കൊടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു നിയമം എന്ത് ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? പേഷ്യൻസിന് ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ? ഇത് പഠിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ESI ആക്ട് വർഷം പഠിച്ചിരിക്കാം. 1948 ആണ്. അതുപോലെ തന്നെ ഇത് കൂടുതലും വ്യാവസായിക തൊഴിലാളികളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. 4% ESI കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഈ ഹോസ്പിറ്റൽ അവർ വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെ എല്ലാ ഹോസ്പിറ്റൽ കേസുകളും വഹിക്കുന്നുണ്ടെങ്കിൽ അവർ പിന്നെ ESIക്ക് എലിജിബിൾ ആയിരിക്കില്ല. ESI അവർക്ക് അപ്ലിക്കബിൾ ആയിരിക്കില്ല. പിന്നെ ഇതൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം വിച്ച് ആക്ട് ഈസ് കൺസിഡർഡ് ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട്. മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് എന്ന് അറിയപ്പെടുന്ന ഏത് ആക്ട് ആണ്? ESI ആക്ട് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് കേട്ടോ, അടുത്ത ആക്ട് ആണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947 കേട്ടോ. 1947 ഇന്ത്യൻ മാറിപ്പോയി. ഇതാണ് ാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 കേട്ടോ. ഇതാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 കേട്ടോ. 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് കേട്ടോ. എന്താണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ടിൽ പറയുന്നത്? ലേസ് ഡൗൺ ദ കോഡ് ഓഫ് എത്തിക്സ് ഫോർ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആൻഡ് കൺട്രോൾസ് ദ മെഡിക്കൽ എഡ്യൂക്കേഷൻ അല്ലെ. ഇതൊരു ഇന്ത്യൻ ആണ് കേട്ടോ, നാഷണൽ ലെവലിലുള്ള ഒരു ആക്ട് ആണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. ഇതെന്താണ് പറയുന്നത്? മെഡിക്കൽ പ്രാക്ടീഷണർമാർക്കായിട്ട് കോഡ് ഓഫ് എത്തിക്സ് അല്ലെ, കോഡ് ഓഫ് എത്തിക്സ് സ്ഥാപിക്കുന്നതും മെഡിക്കൽ എഡ്യൂക്കേഷൻ നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ എഡ്യൂക്കേഷനെ എന്താണ് കൺട്രോൾ ചെയ്യുന്നതിനുമായിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു ആക്ട് ആണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. മനസ്സിലായല്ലോ? നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ എന്താ പറയാ പ്രാക്ടീഷണർമാർക്കായിട്ട് കോഡ് ഓഫ് എത്തിക്സ് അല്ലെ, നമ്മൾ പറഞ്ഞല്ലോ കോഡ് ഓഫ് എത്തിക്സ് എന്താണെന്ന് പറഞ്ഞു. അത് സ്ഥാപിക്കുന്നതിലും അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ എഡ്യൂക്കേഷനായിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനെ കൺട്രോൾ ചെയ്യുന്നതിനുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി ആക്ട് ഹാവ് ദി സെയിം ഫംഗ്ഷൻ ഇൻ ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ്. അപ്പോ ഈ പറയുന്നത് ഇന്ത്യൻ മെഡിക്കൽ ആണ്, നാഷണൽ ലെവലിലുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. ഈ ഒരു ആക്ടിന്റെ കീഴില് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകളും രൂപീകൃതമാക്കി. നമ്മുടെ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളുണ്ടല്ലോ. അപ്പൊ ഓരോ സംസ്ഥാനങ്ങളിലും എന്തുണ്ട്? ഈ പറയുന്ന സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ രൂപീകൃതമാക്കി. അവർ ചെയ്യുന്നത് എന്താണ്? അതത് സംസ്ഥാനങ്ങളിൽ ഇതേ സെയിം ഫംഗ്ഷൻസ് തന്നെയാണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകളും ചെയ്യുന്നത്. മനസ്സിലായോ? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന ഇന്ത്യയിലുള്ള മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെ മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യും. അതിന്റെ കീഴിൽ വന്നതാണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകളാണ് രൂപീകൃതമായിട്ടുള്ളത്. സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ എന്തായിരിക്കും ചെയ്യുക? അതത് സംസ്ഥാനങ്ങളിലുള്ള മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെ കോഡ് ഓഫ് എത്തിക്സ് സ്ഥാപിക്കുകയും അതത് സംസ്ഥാനങ്ങളിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? റെക്കഗ്നിഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആർ സെൻട്രലി കൺട്രോൾഡ് ബൈ ദ IMC. IMC എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണ് കേട്ടോ. ഞാൻ ചുരുക്കി പറഞ്ഞാണ് IMC. റെക്കഗ്നിഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആർ സെൻട്രലി കൺട്രോൾഡ് ബൈ IMC. അതായത് നമ്മുടെ ടീച്ചിങ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്തെന്നാ?
മെഡിക്കൽ കോളേജുകളൊക്കെ ഇല്ലേ, അവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, സർവീസ് മാത്രമല്ല അവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അല്ലെ, ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ ആവാൻ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അത്തരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളിലൊക്കെ അംഗീകാരം റെക്കഗ്നിഷൻ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? കേന്ദ്രത്തിൽ നിന്ന് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലാണ് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി. ഓക്കെ, എന്തൊക്കെയാണ് പഠിക്കാനുള്ള കോൺസെപ്റ്റ് ഉള്ളൂ? അതായത് നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ എഡ്യൂക്കേഷന് മെഡിക്കൽ പ്രാക്ടീഷണർമാർക്കായിട്ടുള്ള കോഡ് ഓഫ് എത്തിക്സ് ഒക്കെ സ്ഥാപിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. ആ ഒരു നിയമത്തിന്റെ കീഴിൽ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകളും രൂപീകരിച്ചിട്ടുണ്ട്. അത് അതത് സംസ്ഥാനങ്ങളിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജ് പോലെയുള്ള ടീച്ചിങ് ഹോസ്പിറ്റലുകളുടെ അംഗീകാരം കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ. ഓക്കെയാണല്ലോ, മനസ്സിലായില്ലേ? അടുത്തത് കേട്ടോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കണ്ടിന്യൂ ചെയ്യാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. 1947 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്താണ്, നഴ്സുമാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട് ആണ് അല്ലെ. നോക്കിപ്പോ, ഇത് ഫോർമുലേറ്റ് എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് നഴ്സസ് കേട്ടോ. അതായത് നഴ്സുമാരുടെ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, നഴ്സുമാരുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസമാണെന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യകതകളൊക്കെ രൂപീകരിക്കുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ നഴ്സുമാരുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ വിദ്യാഭ്യാസമാണെന്നുണ്ടെങ്കിൽ അവരുടെ റിക്വയർമെന്റ്സ് അല്ലെ, നഴ്സുമാരുടെ ആവശ്യകതകൾ അവയൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. അതിസുഖൈന ഈ ആക്ട് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിലൊരു ആക്ട് പോലും മിസ് ചെയ്യാനില്ല. ഈ ആക്ട് എല്ലാം വളരെ ഇമ്പോർട്ടന്റ്, വർഷമൊക്കെ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, പഠിക്കാൻ പറ്റും കേട്ടോ. അടുത്തതാണ് എന്ത്, ദ ഫാർമസി ആക്ട് 1948. 1948 ഫാർമസി ആക്ട്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഫാർമസി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഊഹിക്കാലോ, മരുന്നുകൾ അല്ലെങ്കിൽ അതിന്റെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട് ആയിരിക്കും. വർഷം ഏതാണ്? 1948. വായിക്കാനുണ്ട്. It deals with the establishment of pharmacies and the drug stores and the professions of the pharmacist. ഈ ഒരു ആക്ട് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫാർമസികള്, അതുപോലെ തന്നെ ഡ്രഗ് സ്റ്റോറുകള്, അതിന്റെ സ്ഥാപനവും അതുപോലെ ഫാർമസിസ്റ്റുകളുടെ പ്രൊഫഷനുമായിട്ടൊക്കെ അതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ആക്ട് ആണ് ഫാർമസി ആക്ട് കേട്ടോ. മനസ്സിലായല്ലോ? ഫാർമസികള്, അതുപോലെ ഡ്രഗ് സ്റ്റോറ്, അതിന്റെ ലൈസൻസിങ്, അതിന്റെ സ്ഥാപനം, അതുപോലെ ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷനിലൊക്കെ ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണ് ഫാർമസി ആക്ട് കേട്ടോ. ഇനി നോക്കിയേ, ഹോസ്പിറ്റൽ ഹാസ് ടു അറ്റെയിൻ എ ഡ്രഗ് ലൈസൻസ് വിച്ച് സെൽസ് ഡ്രഗ്സ് അക്രോസ് ദ കൗണ്ടർ. എന്താണ് പറയുന്നത്? ഒരു ഹോസ്പിറ്റലിന് എന്താണ് ഈ പറയുന്ന അക്രോസ് ദ കൗണ്ടർ എന്ന് വെച്ചാൽ കൗണ്ടർ ഉടനീള, അതായത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് മരുന്നുകൾ വിതരണം ചെയ്യണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എന്ത് ഉണ്ടായിരിക്കണം? ഡ്രഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹോസ്പിറ്റലിന് എന്ത് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ? ഫാർമസി അവിടെ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഡ്രഗ് ലൈസൻസ് ഇമ്പോർട്ടന്റ് ആണ്. ആ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മരുന്ന് സെല് ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? ഓൺലി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദ ഡ്രഗ്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ, ഫാർമസിയിൽ നമ്മൾ പഠിച്ചതാണ്. ഓൺലി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദ ഡ്രഗ്സ് കേട്ടോ. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾക്ക് മാത്രമേ ഡ്രഗുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കുള്ളൂ. അവരാണ് ലൈസൻസ്ഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുകളായിരിക്കും. നമ്മൾ എംഫാം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു അല്ലെ. അങ്ങനെയുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾ, രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുകൾക്ക് മാത്രമേ ഡ്രഗ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഇനി അടുത്തത് കേട്ടോ, അടുത്തൊരു ആക്ട് നോക്കാം. ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട് കേട്ടോ. ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട് അറിയാലോ. നമ്മള് ജനനം രജിസ്റ്റർ ചെയ്യണം, മരണം രജിസ്റ്റർ ചെയ്യണം, വിവാഹവും രജിസ്റ്റർ ചെയ്യണം അല്ലെ. അപ്പൊ നമുക്കറിയാം, ഫോർമുലേറ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽസ് കൺസേണിംഗ് ഇൻഫോർമിംഗ് ദ ബർത്ത് ആൻഡ് ഡെത്ത് ഇൻ ഹോസ്പിറ്റൽ കേട്ടോ. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ ജനനം, അതുപോലെ തന്നെ മരണം എന്നിവ അറിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെ, ഉത്തരവാദിത്തങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു ആക്ട് ആണ് ഈ പറയുന്ന ബർത്ത് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട് കേട്ടോ. ഓക്കെ, അറിയാമോ എന്താണുള്ളത്? They should be notified
immediately to the local municipal authority and the registrar's office. കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ജനനം നടന്നാലും മരണം നടന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ അറിയിച്ചിരിക്കണം. ലോക്കൽ മുനിസിപ്പൽ അതോറിറ്റി ആൻഡ് രജിസ്ട്രാർസ് ഓഫീസിൽ എന്ത് ചെയ്തിരിക്കണം, അറിയിച്ചിരിക്കണം അല്ലെ. ഇപ്പൊ നമ്മള് മരണം എടുക്കുമ്പോൾ മരണ സർട്ടിഫിക്കറ്റ് മരണം രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, ജനിക്കുന്ന ജനനം രജിസ്റ്റർ ചെയ്തിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്തിട്ട് അല്ലെ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പ്രാദേശിക മുനിസിപ്പൽ അതോറിറ്റിയെ അല്ലെങ്കിൽ രജിസ്ട്രാറിന്റെ ഓഫീസിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, അറിയിച്ചിരിക്കണം. ക്ലിയർ ആയോ? നമ്മളിവിടെ പഠിച്ചത് ഒരു 10 നിയമങ്ങളാണ്. ഇനി ഒന്നും പഠിക്കാനായിട്ട് 10 നിയമങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഈ 10 ലോകളും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഈ പറഞ്ഞ 10 ലോകളും നിങ്ങൾക്ക് ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ഇത് പഠിക്കണം അല്ലെ, പഠിക്കും. അപ്പോ ക്ലിയർ ആണ്. ഒരു ചെറിയൊരു ഇത് ഞാൻ പറഞ്ഞു തരാം. അത് ചിലപ്പോ ഒരു വലിയ ബ്ലണ്ടർ ആയിരിക്കാം, പക്ഷെ അങ്ങനെ തന്നെ വിചാരിച്ചു ബ്ലണ്ടർ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അത് പഠിക്കണം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു കണക്ഷൻ ഇട്ട് തരാം. ആ കണക്ഷൻ ഇട്ടിട്ട് നിങ്ങൾക്കത്, എനിക്കറിയില്ല അത് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് പറ്റുമോന്നൊന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ. അതെന്നെ റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെച്ചിട്ട് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ഓർഡറിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ വെച്ചിട്ട് നമുക്ക് ഈ ലോകളുടെ വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം വേണ്ടേ. അപ്പോ ബാക്കിയുള്ള പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി വരും. അപ്പൊ ഞാനൊരു കാര്യം പറയാം കേട്ടോ, അതൊരു മണ്ടത്തരമായിട്ട് തന്നെ എടുത്തോ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്ന് എഴുതാം കേട്ടോ. നമ്മൾ 10 നിയമങ്ങളാണ് ഈ നിലവിൽ ഇപ്പൊ പഠിച്ചത്. 10 നിയമങ്ങൾ. ഈ 10 നിയമങ്ങള് ഞാനൊരു ഓർഡറിൽ പറയുകയാണ്. അതായത് ഏറ്റവും ആദ്യത്തെ വർഷം തൊട്ട് നമ്മൾ പഠിച്ചതിൽ ഏറ്റവും ഫസ്റ്റത്തെ വർഷം തൊട്ട് ഏറ്റവും ഒടുവിലത്തെ വർഷം വരെയുണ്ട് ഒരു ഓർഡറിൽ ഞാൻ പറയും. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞത് 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആണ് അല്ലെ. അതിൽ ഏറ്റവും ആദ്യത്തെ തുടക്കം വർഷം വരുന്നതാണ് 1930. 10 കാര്യം മാത്രമാണ് കേട്ടോ പറഞ്ഞത്. 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 1936 കേട്ടോ. 33 കഴിഞ്ഞിട്ട് 36 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് ആണ് വരുന്നത്. ഓക്കെ, അപ്പോ ഒന്ന് ആ പേരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഇത് പറഞ്ഞതാണ്. ഇങ്ങനെ ചിന്തിക്കാം. അതായത് നമ്മുടെ ഇന്ത്യയില് 1933 കാലഘട്ടം. ഓക്കെ, അപ്പൊ നമ്മൾക്കറിയാം നമ്മളുടെ വർഷം എന്താ പറയാ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടമാണല്ലോ 1933. എന്ത് ചെയ്യാണ്, നമ്മളൊരു മെഡിസിൻ പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു മെഡിസിൻ പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചു. അപ്പൊ വെറുതെ ആ മെഡിസിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. 1933 കാലഘട്ടത്തില് നമ്മളൊരു മെഡിസിന് ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. ഈ മെഡിസിൻ വരികയാണ്. ഓക്കെ, മെഡിസിൻ ആദ്യമായിട്ട് വരികയാണ്. അപ്പോ വെറുതെ ചിന്തിക്കാണ്ട് അപ്പൊ ഇന്ത്യൻ മെഡിക്കൽ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. പക്ഷെ അന്ന് തുടങ്ങിയ സമയത്ത് നമുക്കതിൽ ചേരാൻ പറ്റിയില്ല. ഓക്കെ, അന്ന് തുടങ്ങിയ സമയത്ത് നമുക്കത് ചേരാൻ പറ്റില്ല. ഇന്ന് ചേരാൻ പറ്റിയത് എപ്പോഴാ? 3 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് പൈസയൊക്കെ ശരിയായിട്ട് ചേരാമെന്ന് വിചാരിച്ചത്. 3 വർഷങ്ങൾക്ക് ഇപ്പുറം എന്ന് പറഞ്ഞാൽ 1933 കഴിഞ്ഞ് 1936 3 വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കാണ്? ഈ മെഡിസിന് ചേരാനായിട്ട് വേജ് കൊടുക്കണം, പേയ്മെന്റ് കൊടുക്കാന്ന് വിചാരിക്കുക. അടുത്ത ചുമ്മാ വിചാരിക്കുക പേയ്മെന്റ് കൊടുക്കുകയാണ്. ഓക്കെ, അതാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 കിട്ടിയോ നിങ്ങൾക്ക്? അതായത് 1933 മെഡിസിൻ തുടങ്ങി. അപ്പൊ ഇന്ത്യൻ മെഡിക്കൽ തുടങ്ങി, മെഡിക്കൽ ഫീൽഡ് തുടങ്ങി എന്നൊക്കെ ചുമ്മാ വിചാരിക്കുക. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. പക്ഷെ ആ സമയത്ത് മെഡിസിൻ ചേരാൻ പറ്റിയില്ല. പിന്നീട് 3 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് മെഡിസിൻ ചേരാനായിട്ട് ഒരു പേയ്മെന്റ് കൊടുത്തത്. 1936 പേയ്മെന്റ് കൊടുത്തു, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. അങ്ങനെ വെറുതെ വിചാരിക്കുക കേട്ടോ. അത് രണ്ടും ഒന്നും കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചേർന്നു. പിന്നീട് നമ്മൾ പഠിക്കുന്നത് 1947 നമ്മൾ 2 ആക്ടുകൾ ഇന്നത്തെ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, മറ്റൊന്ന് വന്നിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക 1947 പ്രത്യേകത എന്താ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ് അല്ലെ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ വളരെ എന്താ പറയാ കലുഷിതമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു അല്ലെ. വളരെ എന്താ പറയാ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു 1947. ആ 47 നഴ്സുമാരുടെ ഇടയിൽ എല്ലാവരും തമ്മിൽ ഭയങ്കര സംഘർഷവും പ്രശ്നങ്ങളാണ്. അപ്പൊ നഴ്സുമാരുടെ ഇടയിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായെന്ന് വിചാരിക്കാം. വെറുതെ ചുമ്മാ ചിന്തിക്കാം. നഴ്സുമാരുടെ ഇടയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായി. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? തർക്കമാണ് അല്ല, അവര് തമ്മിലുള്ള ഒരു തർക്കം. അങ്ങനെ വിചാരിക്കാം. അപ്പൊ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ്. അന്ന് ഭയങ്കര പ്രശ്നങ്ങളാണ് ഇന്ത്യയില് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് നഴ്സുമാരുടെ ഇടയിൽ ഒരു തർക്കം നടന്നു എന്ന് വിചാരിക്കാം.
അപ്പൊ നിങ്ങൾ ഓർക്കുക 1947 ഡിസ്പ്യൂട്ട്, തർക്കം എന്ന് വെച്ചാൽ ഡിസ്പ്യൂട്ട്. അപ്പൊ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. കേട്ടോ, നഴ്സുമാരെ എന്തിനാണല്ലോ, അപ്പൊ നഴ്സിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. ഓക്കെ, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് അപ്പൊ 1947 നഴ്സുമാരുടെ ഇടയിൽ പല തർക്കങ്ങൾ നടന്നു. പല കാരണങ്ങൾ വെച്ചിട്ടാണ് അവര് തർക്കങ്ങളൊക്കെ ഉണ്ടായെന്ന് വിചാരിക്കാം. പിറ്റത്തെ വർഷം അതായത് 1948 ആയി കഴിയുമ്പോ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്നോണം 3 കാര്യങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കണം. നഴ്സുമാർ എന്തെങ്കിലും കാര്യങ്ങളുടെ പേരിലായിട്ട് തർക്കിച്ചിട്ടുണ്ടാവാം. അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്നോണം പിറ്റത്തെ കൊല്ലം 1948 എന്ത് ചെയ്യാണ്, 3 കാര്യങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കുകയാണ്. 3 കാര്യങ്ങൾ അവർക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്തൊക്കെയാണ്? ഒന്ന് ഫാർമസി ആക്ട്, അതായത് അവർക്ക് എന്താ പറയാ, മിനിമം വേജസ് കൊടുക്കാം. അല്ലെങ്കിൽ ഫാർമസി എന്ന് വെച്ചാൽ മരുന്നുകൾ അവർക്ക് സൗജന്യമായിട്ട് കിട്ടും. ഇവർക്ക് ഒന്ന് ചിന്തിക്കാട്ടോ, ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് മരുന്നുകൾ സൗജന്യമായിട്ട് വിതരണം ചെയ്യാൻ വിചാരിക്കും. അപ്പൊ മരുന്ന് എന്ന് പറയുന്നത് നിങ്ങൾ ഫാർമസി കണക്ട് ചെയ്യണം. അപ്പൊ ഫാർമസി ആക്ട് 1948. പിന്നെ എന്താണ്, അവർക്ക് മിനിമം വേതനം കൊടുക്കാം. നിങ്ങൾ തർക്കിക്കേണ്ട, നിങ്ങൾക്ക് മിനിമം വേതനം തരാം. അപ്പൊ മിനിമം വേജസ് ആക്ട് 1948. പിന്നെ മാത്രമല്ല, മിനിമം വേതനവും തരാം, മരുന്നുകൾ സൗജന്യമായിട്ട് തരാം, പോരാത്തിന് നിങ്ങൾക്കൊരു ഇൻഷുറൻസും തരാമെന്ന് പറയാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസും കൂടെ ഞങ്ങൾ തരാം എന്ന് പറയാണ്. അപ്പൊ എന്താണ്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. അപ്പൊ 1947 3 ആക്ടുകൾ കിട്ടിയോ. അതായത് മിനിമം വേജസ് ആക്ട്, അത് ഒന്ന് കഥ പോലെ കണക്ട് ചെയ്യാൻ തർക്കിച്ചു. പിറ്റത്തെ വർഷം വന്നപ്പോ അവർക്കൊരു പരിഹാരം എന്നോണം അവർക്ക് മരുന്നുകൾ സൗജന്യമായിട്ട് കൊടുക്കും. അപ്പൊ ഫാർമസി ആക്ട്. മിനിമം വേജസ് തരാം എന്ന് പറയണം. അപ്പൊ മിനിമം വേജസ് ആക്ട് 1948. പോരാ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസും തരാം എന്ന് പറയുന്നത്. അപ്പൊ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. ഓക്കെ, ചിന്തിക്കട്ടെ, വെറുതെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾ പഠിക്കണം. അതായത് 52 PF കിട്ടി. 52 PF കിട്ടി. നമ്മുടെ വീട്ടിലാണെങ്കിലും സാധാരണ PF ആണല്ലോ നമ്മുടെ ഇപ്പൊ എന്താ പറയാ, വീട്ടിലെ ചിലപ്പോൾ വരുമാനം, കല്യാണമെങ്കിൽ ഫംഗ്ഷനൊക്കെ വരുമ്പോ പൊതുവെ ഗവൺമെന്റ് ജീവനക്കാരും അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ PF എടുക്കും. PF-നാണ് പങ്കെടുക്കുന്നത്. ഒരു 52 വയസ്സിൽ ചുമ്മാ ചിന്തിക്കാം കേട്ടോ. 52 വയസ്സില് PF കിട്ടി. 65 വയസ്സായപ്പോ ബോണസ് കിട്ടി. 72 വയസ്സായല്ലോ, അപ്പൊ ഏകദേശം അവസാനിക്കാറായിരുന്നു. അതൊന്ന് ചിന്തിക്കാം. ഗ്രാറ്റുവിറ്റി കിട്ടി കേട്ടോ. 52 ബോണസ് എടുത്തു. 52 PF എടുത്തു. 65 ബോണസ് കിട്ടി. 72 ആയതിന് ഏകദേശം അവസാനിക്കാറായി, വിരമിക്കാറായി എന്ന് വിചാരിക്കാം. അപ്പൊ ഗ്രാറ്റുവിറ്റി കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, മനസ്സിലായോ? അതൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഒരു വലിയ ബ്ലണ്ടർ ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പൊ 1933 ഇന്ത്യൻ മെഡിസിൻ തുടങ്ങി. അന്ന് ചേരാൻ പറ്റിയില്ല. 3 വർഷം കഴിഞ്ഞപ്പോഴാണ് അതിന് പേയ്മെന്റ് കൊടുത്തത്. 1934 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ വന്നു. അങ്ങനെ 47 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യയിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതിന്റെ ഇടയിൽ നഴ്സുമാരുടെ ഇടയിൽ ഭയങ്കര വഴക്കുണ്ടായെന്ന് വിചാരിക്കാം. നഴ്സുമാരുടെ ഇടയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായെന്ന് തന്നെ വിചാരിക്കാം. അപ്പൊ 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ കേട്ടോ. അപ്പൊ അവരെന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഡിസ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക, തർക്കിച്ചിട്ടുണ്ടാവുക. അതിനൊരു പരിഹാരം എന്നും പിറ്റത്തെ കൊല്ലം 1947 അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ മരുന്നുകൾ തരാം. മരുന്ന് എന്ന് പറയുന്നത് ഫാർമസി ആക്ട്. പോരാത്തിന് നിങ്ങൾക്ക് മിനിമം വേജസും തരാം. അപ്പൊ മിനിമം വേജസ് ആക്ട് 1948. ഇനി അതിന് പുറമെ നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസും തരാം. അപ്പൊ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. 52 PF എടുത്തു. 65 ബോണസും കിട്ടി. 72 ഏകദേശം മരണത്തിൽ അടുക്കുന്ന സമയത്ത് ഗ്രാറ്റുവിറ്റിയും കിട്ടി കേട്ടോ. ഇതൊന്നും ആലോചിച്ചാൽ മതി കേട്ടോ. പറ്റുന്നുണ്ടോ കണക്ട് ചെയ്യാനായിട്ട്? ഞാൻ പറഞ്ഞത് ഒരു വലിയ മണ്ടത്തരമാണ്. മിസ് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാൻ എനിക്ക് മാത്രം പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് കഴിഞ്ഞു. അടുത്ത ഭാഗത്തോട്ട് പോകും. പിന്നെ ബർത്ത് ആൻഡ് ഡെത്ത് മാരേജ് രജിസ്ട്രേഷന് എന്താണ്, വേറെ ഒന്നും വർഷങ്ങളൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തതാണ് ലോ ഓഫ് ടോക്സ് കേട്ടോ. ഇതാണ് ലോ ഓഫ് ടോക്സ്. എന്താണ് ടോക്സ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ടോക്ക് എന്താണ് മണ്ടത്തരം നല്ലൊരു ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് വേണ്ടത്. ചിലർക്ക് മണ്ടത്തരമായിട്ട് തോന്നും. പക്ഷെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും മണ്ടത്തരങ്ങളൊക്കെ വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യേണ്ടി വരുമ്പോൾ അതിനൊക്കെ ചിന്തിക്കും. നമ്മളെവിടെ പഠിക്കാന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം.
അതിന്റെ ബാക്കിൽ എന്ത് വഴി തെരഞ്ഞെടുക്കുന്നു എന്നുള്ള നോക്കണ്ട, പഠിക്കണം എങ്ങനെയെന്ന് നമുക്ക് കത്തണം, അത്രയേ ഉള്ളൂ കേട്ടോ. അതിന് വേണ്ടി പറഞ്ഞതാണ്. അടുത്തത് ലോ ഓഫ് ടോക്സ് കേട്ടോ. ടോക്സ് നിയമിക്കുക. എന്താണ് ടോക്സ് നിയമം എന്ന് പറഞ്ഞാൽ അറിയാമോ? ടോക്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വായിച്ചിട്ട് പറയാം കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദ വേർഡ് ടോക്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ടോക്ടസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ദ വേർഡ് ടോക്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ടോക്ടസ് കേട്ടോ. ടോക്ടസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ടോക്ട് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തത് കേട്ടോ. പിന്നെ എന്താണ് ടോക്ടസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിച്ച് മീൻസ് ട്വിസ്റ്റഡ് ഓർ ക്രൂക്ഡ് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ട്വിസ്റ്റഡ് ഓർ ക്രൂക്ഡ്. ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളച്ചൊടിച്ചത് അല്ലെ, വക്രമായത്. ക്രൂക്ഡ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? വക്രമായത്, വളർന്നത് എന്നൊക്കെ അർത്ഥമാണ് കേട്ടോ. അപ്പൊ ട്വിസ്റ്റഡ് ഓർ ക്രൂക്ഡ് എന്ന അർത്ഥം വരുന്ന ടോക്ടസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ടോക്ട് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി എന്താണ് ടോക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം. ടോക്ട് നിയമം എന്ന് പറഞ്ഞാല് നമ്മൾ മറ്റൊരാൾക്ക്, ഒരു വ്യക്തി മൂലം മറ്റൊരാൾക്ക് വരുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. ഒരു വ്യക്തി, ഞാൻ മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. മറ്റൊരാൾക്കോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക സ്വത്തിനോ അല്ലെങ്കിൽ അവരുടെ അവകാശത്തിനോ ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവൃത്തികള് അല്ലെങ്കിൽ ഒഴിവാക്കലുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സിവിൽ നിയമത്തിന്റെ ഒരു ബ്രാഞ്ച് കേട്ടോ, ഒരു ശാഖയാണ് എന്തെന്ന് പറയുന്നത് ടോക്സ് നിയമം. ഓക്കെ, എന്താണ് ടോക്സ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റൊരാൾക്കോ എന്ന് വെച്ചാൽ അവരുടെ ചിലപ്പോ അവകാശങ്ങൾക്കാവാം, അല്ലെങ്കിൽ അവരുടെ സ്വത്തിനായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തില് ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവൃത്തികൾ അല്ലെ, തെറ്റായ പ്രവൃത്തികളാവാം, അല്ലെങ്കിൽ ഒഴിവാക്കലുകളായിരിക്കാം അല്ലെ, അതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു ശാഖയാണ് ടോക്ട് നിയമം എന്ന് പറയുന്നത്. ഒരാള് മൂലം മറ്റൊരാൾക്ക് പ്രശ്നങ്ങൾ വരികയാണ്. അപ്പൊ മറ്റൊരാളുടെ പ്രവൃത്തി മൂലം എന്തെങ്കിലും ഒരു നാശനഷ്ടങ്ങള്, പരിക്കുകള്, അല്ലെങ്കിൽ എന്തെങ്കിലും അവകാശത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനൊരു നഷ്ടപരിഹാരം തേടാനായിട്ട് ഈ ഒരു നിയമം കൊണ്ട് നമുക്ക് സാധിക്കും. ഓക്കെ, നോക്കിക്കേ ഇവിടെ വായിച്ച ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനി റോങ്, ഇൻജുറി ഓർ ഡാമേജ് ഈസ് ഡൺ ടു ദ പേഴ്സൺ for which a civil suit can be brought. ഞാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. മറ്റൊരാൾക്ക്, ഒരു വ്യക്തി മൂലം മറ്റൊരാൾക്ക് വരുന്ന ദോഷമോ പരിക്കുകളോ അതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന എന്താണ് ഒരു സിവിൽ നിയമത്തിന്റെ ഒരു ബ്രാഞ്ചാണ് ടോക്ട് നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടോക്ടിന് കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് പഠിക്കാം കേട്ടോ. ഉദാഹരണങ്ങൾ നോക്കുക, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ എന്താണ്? ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ. അതാണ് ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ. പ്രാക്ടിക്കല് പറയുന്നുണ്ട് അൺനെസസറി ഓപ്പറേഷൻസ് കേട്ടോ, അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ അതായത് തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അൺനെസസറി ഓപ്പറേഷൻ, തെറ്റായ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, അതല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ മൂലം അല്ലെ, അശ്രദ്ധ മൂലം നമ്മളുടെ ഒരു എന്തെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ നമ്മുടെ ഒരു പെരുമാറ്റം മൂലം മറ്റൊരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും, അവർക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കുകയാണെങ്കിൽ, അവരുടെ സ്വത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അവരുടെ അവകാശങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ടോക്ടിന് കീഴിലാണ് വരുന്നത്. ഇതാണ് ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ കേട്ടോ, അൺനെസസറി ഓപ്പറേഷൻ. അത് ചിലപ്പോൾ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതാവാം, അശ്രദ്ധയോടുകൂടി പറ്റുന്നതാവാം കേട്ടോ. പിന്നെ രണ്ടാമത്തെ എന്താ പറയുന്നത്? ആക്ട് ഓഫ് ഒമിഷൻ ആണ് കേട്ടോ. ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കൽ, ഒഴിവാക്കൽ പ്രവർത്തനങ്ങൾ. അതായത് നമ്മളിപ്പോ ചില കാര്യങ്ങള് എന്തെങ്കിലും ഒരു മറ്റൊരാൾക്ക് ഒരു ദോഷം വരുന്ന ഒരു സംഭവം ഉണ്ടായി, അപ്പൊ അതിനെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ എടുക്കണം അല്ലെ, അതെടുക്കാതെ ആ നടപടികൾ നമ്മൾ എടുക്കുന്നില്ല, പകരം അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കി എന്ത് സംഭവിക്കും? അയാൾക്ക് ഒരുപാട് നഷ്ടം വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, അതാണ് ഒഴിവാക്കൽ പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു എക്സാമ്പിൾ നോക്കിക്കേ, ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ്. ഓട്ടോപ്സി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഓട്ടോപ്സി? മോർച്ചറിയിൽ പഠിച്ചത് പോസ്റ്റ്മോർട്ടം ആണ് കേട്ടോ. പോസ്റ്റ്മോർട്ടം, ഇതിനെയാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ് കേട്ടോ. അതായത് ഒരാളുടെ സമ്മതമില്ലാതെ നമ്മൾ ഒരു വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ആ വ്യക്തിയുടെ റിലേറ്റീവ്സിന്റെ കക്ഷികളുടെ പോസ്റ്റ്മോർട്ടം കേട്ടോ. അതായത് അവരുടെ കൺസെന്റ് ഇല്ലാതെ, അവരുടെ സമ്മതം ഇല്ലാതെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് പാടില്ല. അവരുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ അവരുടെ കക്ഷികളുടെ സമ്മതം ഇല്ലാതെ ചെയ്യാൻ പാടില്ല. അപ്പൊ അവരുടെ സമ്മതത്തിന് ഒഴിവാക്കിക്കൊണ്ട് നടത്തുന്ന പോസ്റ്റ്മോർട്ടം അതൊരു ആക്ട് ഓഫ് ഒമിഷൻ ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാലും മതി, ഒരു ഡോക്ടർ, ആ ഒരു ഡോക്ടർ എന്താണ് കൃത്യമായിട്ട് ഡയഗ്നോസിസ് നടത്തുന്നില്ല,
കൃത്യമായിട്ട് ഡയഗ്നോസിസ് നടത്തിയില്ല, രോഗനിർണയം നടത്തിയില്ല. രോഗനിർണയം നടത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള ലാബ് ടെസ്റ്റുകൾ നടത്തണം, മറ്റു പല ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് വേണം രോഗം എന്താണ് കണ്ടുപിടിക്കുന്നത്. ഡോക്ടർ എന്ത് ചെയ്യാണ്, മനഃപൂർവ്വം ഈ പറയുന്ന ലാബ് ടെസ്റ്റുകളോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളോ ഒന്നും നടത്തുന്നില്ല. എന്നിട്ട് രോഗനിർണയം നടത്തിയതിൽ വലിയൊരു ഫെയിലിയർ സംഭവിക്കുകയാണ്. അതായത് രോഗനിർണയത്തിൽ ഭയങ്കര ഒരു ഫെയിലിയർ സംഭവിക്കുന്നത്, അതുമൂലം പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെയധികം മോശമാകാണ്. എന്താണ് ഓട്ടോപ്സി, ക്യാൻസർ ഓട്ടോപ്സി, അത് ബയോപ്സി ആണ് കേട്ടോ, അത് ബയോപ്സി വേറെ ഓട്ടോപ്സി വേറെ കേട്ടോ. ഓട്ടോപ്സി പോസ്റ്റ്മോർട്ടം. നിങ്ങൾ പറഞ്ഞ ക്യാൻസർ എന്ന് പറയുന്നത് ബയോപ്സി ആണ് കേട്ടോ. ബയോപ്സി ടെസ്റ്റ് ചെയ്തേ, അത് നമ്മൾ ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് കേട്ടോ. അപ്പൊ അങ്ങനെ ആ ഒരു കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ലാബ് ടെസ്റ്റുകൾ ഒമിറ്റ് ചെയ്തത് മൂലം, ഒഴിവാക്കിയത് മൂലം ആ ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെയധികം മോശമായി പോകും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ഇതാണ് ആക്ട് ഓഫ് ഒമിഷൻ കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്തത് എന്താണ്, നെഗ്ലിജൻസ്. മെഡിക്കൽ നെഗ്ലിജൻസ് കേട്ടിട്ടില്ലേ? പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയാ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ മിക്കപ്പോഴും നടക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. കോഴിക്കോടിന് മാത്രമായിട്ട് പറഞ്ഞു തന്നാട്ടോ, നടക്കാറുണ്ട് പറഞ്ഞാണ് മെഡിക്കൽ നെഗ്ലിജൻസ് അല്ലെ, മെഡിക്കൽ അശ്രദ്ധ മൂലം. ഒരു എക്സാമ്പിൾ പറയുന്നത് നോക്കിയേ, സ്വാബ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ. നമ്മുടെ അബ്ഡോമന്റെ ഭാഗത്ത് സ്വാബ് എന്ന് വെച്ച് കഴിഞ്ഞാല് തുണിയാണ്, തുണി അല്ലെങ്കിൽ പനി കഷ്ണം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ഒരു ഇൻസ്ട്രുമെന്റ്. കേട്ടിട്ടില്ലേ നിങ്ങൾ? സർജറിയുടെ സമയത്ത് കത്രികയോ അല്ലെങ്കിൽ വല്ല സൂചിയൊക്കെ വയറ്റിലൊക്കെ ഇട്ടിട്ട് മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് അല്ലെ, ശ്രദ്ധിക്കാതെ എന്തെങ്കിലും സർജറി കംപ്ലീറ്റ് പിന്നീട് പേഷ്യന്റിന് ഭയങ്കര വയറുവേദനയൊക്കെ വന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാവും കാണുന്നത് സർജറിയുടെ ഇടയിൽ ഉണ്ടായിരുന്ന കത്രികയൊക്കെ ചിലപ്പോൾ വയറ്റിലുണ്ട് അല്ലെ. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെയല്ലേ, അതാണ് മെഡിക്കൽ നെഗ്ലിജൻസ്. അതുപോലെ കഴിഞ്ഞ വർഷമല്ലേ നമ്മുടെ ആലപ്പുഴയില് ഒരുപാട് വൈദ്യങ്ങളായിട്ട് ഒരു കുഞ്ഞ് ജനിച്ചത് നമ്മുടെ വാർത്തയിലൊക്കെ വന്നിരുന്നു അല്ലെ. അവര് കറക്റ്റ് ആയിട്ട് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ, പ്രോപ്പർ ആയിട്ട് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സിന്റെ നെഗ്ലിജൻസ് കാരണം കൊണ്ട് എന്ത് സംഭവിച്ചു, ഒരുപാട് വൈദ്യങ്ങളുള്ള കുട്ടിയുണ്ടാവും അല്ലെ. അതിന്റെ പേരിൽ 3 ഡോക്ടേഴ്സിനൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അതൊക്കെ എന്താണ്, മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് കേട്ടോ. അങ്ങനെയുള്ളതെല്ലാം ടോർട്ട് നിയമത്തിന്റെ കീഴിലാണ് വരുന്നത്. കാരണം ഒരാൾ മൂലം മറ്റൊരാൾക്ക് നാശനഷ്ടങ്ങൾ വരികയാണ് അല്ലെ, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുകൾ ദോഷം ഉണ്ടാവാം അല്ലെ, അങ്ങനെയുണ്ട് കേട്ടോ. പിന്നെന്താ പറയുന്നത്, ഇന്റൻഷണൽ ഇന്റർഫറൻസ്. That leads to mental or physical disturbance. ഇന്റൻഷണൽ എന്ന് പറയുന്നത് എന്താണ്, മനഃപൂർവ്വം ചെയ്യരുത് അല്ലെ, ബോധപൂർവമായിട്ട് ചെയ്യുന്ന ഇടപെടലുകൾ. മനഃപൂർവ്വം ഒരാളെ ദ്രോഹിക്കണം, അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ, അതെന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെ മെന്റൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റർബൻസിന് കാരണമാകും അല്ലെ, മാനസികമായിട്ട് ശാരീരികമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ടു പ്രൈവസി. ഇതാണ് ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. നമുക്ക് നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലെ, റൈറ്റ് ടു പ്രൈവസി എന്നുള്ളത് അല്ലെ. സ്വകാര്യതയ്ക്കുള്ള അവകാശം നമ്മുടെ എല്ലാ പൗരന്മാർക്കുള്ള ഇതൊരു മൗലിക അവകാശമാണ് അല്ലെ. അപ്പൊ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുക എന്നുള്ളതും തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലെ. അത് അവരുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതിന് തുല്യമാണ് അല്ലെ. സോ ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ടു പ്രൈവസി, അത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം, അത് ടോർട്ട് നിയമത്തിന്റെ കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി. ഇതാണ് ബ്രീച്ച്. ബ്രീച്ച് എന്ന് വെച്ചാൽ ലംഘനം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബ്രീച്ചിന്റെ മീനിങ് എന്താണ്, ലംഘനം എന്നാണ് കേട്ടോ. ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി കേട്ടോ, പ്രൊഫഷണൽ സീക്രസിയുടെ ലംഘനം. ഇപ്പൊ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ, ഒരു ഡോക്ടറാണെന്ന് ഇരിക്കട്ടെ, അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന ഒരു പേഷ്യന്റ് HIV പോസിറ്റീവ് ആണ്. ശരിക്കും ഒരു ഡോക്ടറെ സംബന്ധിച്ച് അദ്ദേഹം എന്ത് ചെയ്യണം, ആ ഒരു കാര്യം സീക്രട്ട് ആക്കി വെക്കുന്നത് അവരുടെ മെഡിക്കൽ പ്രൊഫഷന്റെ ഭാഗമാണ്. പക്ഷെ ഡോക്ടർ എന്ത് ചെയ്യാണ്, ഇയാൾക്ക് HIV പോസിറ്റീവ് ആണെന്നുള്ളതിന് ഇയാളുടെ സമ്മതമില്ലാതെ ഇയാളുടെ എംപ്ലോയറിനോട് പറയുകയാണ്. ഓക്കെ, അതെന്താണ്, ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി അല്ലെ. അതായത് അനധികൃതമായിട്ട് അൺഓതറൈസ്ഡ് ആയിട്ട് ചില രഹസ്യങ്ങളെ എന്ത് ചെയ്യാണ്, പുറത്തേക്ക് ഡിസ്ക്ലോസ് ചെയ്യണം അല്ലെ. അത് ഓക്കെ, അതൊരു എക്സാമ്പിൾ ആണ്. അത് ടോക്കിന്റെ കീഴിലാണ് വരുന്നത് കേട്ടോ. അടുത്തത് എന്താണ്, ബാറ്ററി. ബാറ്ററി എന്ന് പറഞ്ഞാൽ മറ്റേ ചാർജ് ചെയ്യുന്ന ബാറ്ററി അല്ല കേട്ടോ ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ബാറ്ററി എന്ന് പറഞ്ഞിരുന്നത് മനഃപൂർവ്വം അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുണ്ടാവുന്ന ഫിസിക്കൽ കോണ്ടാക്റ്റുകളെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മനഃപൂർവ്വമായിട്ടാവാം അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടൊക്കെ ഉണ്ടാവുന്ന ഫിസിക്കൽ കോണ്ടാക്റ്റുകൾ. ഫിസിക്കൽ കോണ്ടാക്ട് ഇൻ ദ സെൻസ് എല്ലാം ആവാം കേട്ടോ, എന്ത് വേണമെങ്കിലാവാം. ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത്, സർജൻ ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പേഷ്യൻസ് കൺസേൺ.
അതായത് ഒരു രോഗിയുടെ സമ്മതത്തിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് ചെയ്യുന്ന സർജറി. കാരണം അവരുടെ ശരീരത്തിൽ ചെയ്യുന്ന ഒരു കാര്യം, ഒരു ഫിസിക്കൽ കോൺടാക്ട് അവിടെ വന്നിട്ടുണ്ട് അല്ലെ. അതായത് ആ രോഗിയുടെ സമ്മതമില്ലാതെ ആ ഒരു സമ്മത പരിധിക്ക് അപ്പുറത്തേക്ക് ചെയ്യുന്ന സർജറികൾ അല്ലെ. അത് അവരുടെ സമ്മതം ഇല്ലാതെ ചെയ്യുന്നതാണ്. പണ്ടൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് കിഡ്നി ഒക്കെ എടുത്ത് മാറ്റും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ അതിനെയാണ് ബാക്ക്. എന്താണെന്ന് വെച്ചാൽ ബ്രീച്ച് എന്ന് പറഞ്ഞാൽ ലംഘനമാണ് കേട്ടോ. ബ്രീച്ച് എന്ന് പറഞ്ഞാൽ ലംഘനമാണ് കേട്ടോ. ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ രഹസ്യങ്ങള് ലംഘനം, രഹസ്യങ്ങൾ നമ്മൾ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കണം അല്ലെ. അത് എന്ത് ചെയ്യാ, ഡിസ്ക്ലോസ് ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ഇതായിരുന്നു. അതായത് ഒരു ഡോക്ടർ എന്താ പറയാ, തന്റെ രോഗി HIV പോസിറ്റീവ് ആണ്, ആ പേഷ്യന്റ് HIV പോസിറ്റീവ് ആണ്. ആ വിവരം ഡോക്ടർ എന്ത് ചെയ്യണം, അത് സീക്രട്ട് ആക്കി വെക്കണം. അതായത് പ്രൊഫഷണൽ സീക്രസിയുടെ ഭാഗമാണ്. പക്ഷെ ഡോക്ടർ എന്ത് ചെയ്യാണ്, ഇയാൾ HIV പോസിറ്റീവ് ആണെന്നുള്ള കാര്യം ഇയാളുടെ സമ്മതമില്ലാതെ പുറത്ത് അറിയിക്കാൻ, അല്ലെങ്കിൽ അയാളുടെ മറ്റാരെങ്കിലൂടെ അല്ല മറ്റുള്ള ആൾക്കാരെ അറിയിക്കാൻ. അതെന്താണ്, ആ ഒരു രഹസ്യത്തിനെ പരസ്യമാക്കുന്നതിന് തുല്യല്ലേ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണൽ സീക്രസിയുടെ ലംഘനം. ഫാക്ടറി എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് നമുക്ക് റൂമോ അല്ലെങ്കിൽ എന്താ പറയാ നിയമവിരുദ്ധമായിട്ടുണ്ടാകുന്ന ഫിസിക്കൽ കോൺടാക്ട് ആണ് കേട്ടോ ഫാക്ടറി. ഇതെല്ലാം തന്നെ ഇതിന് എക്സാമ്പിൾ ആണ്, ടോപ്പിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത നോക്കിക്കേ, മിസലേനിയസ് ടോക്സ് കേട്ടോ. ഇതിൽ പെടാത്ത മറ്റു പല നിയമലംഘനങ്ങൾ ഏതൊക്കെയാണ് ഒരു അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ന്യൂസെൻസസ്. ന്യൂസെൻസസ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻകൺവീനിയൻസ് ടു പബ്ലിക് അല്ലെ. പബ്ലിക്കിന് വളരെ അസൗകര്യം ഉണ്ടാക്കുന്ന ശല്യങ്ങൾ, ഹോസ്പിറ്റലിൽ വന്ന് ഒച്ചയുണ്ടാക്കുക, ഒച്ചപ്പാടുണ്ടാക്കുക, അതൊക്കെ എന്താണ്, പബ്ലിക് ന്യൂസൻസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത് ടോപ്പിന്റെ കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ മിസ്റെപ്രസെന്റേഷൻ. മിസ്റെപ്രസെന്റേഷൻ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഡെസീറ്റ്. ഡെസീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വഞ്ചനയാണ് കേട്ടോ. വഞ്ചന, ചീറ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഡെസീറ്റ് എന്ന് പറയുക കേട്ടോ. മിസ്റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, തെറ്റായിട്ട് അവതരിപ്പിക്കുക, തെറ്റായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യും. ഒരു സെയിൽസ്മാൻ വന്നിട്ട് ഒരു ആളുടെ അടുത്ത് ഒരു പ്രോഡക്റ്റ് കാണിച്ചിട്ട് പറയുകയാണ്, ഈ പ്രോഡക്റ്റ് USA ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആണെന്ന് പറയണം, അമേരിക്കയിൽ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആണ്. സത്യത്തിൽ അത് അമേരിക്കയിൽ ഒന്നും ഉണ്ടാക്കിയ പ്രോഡക്റ്റ് അല്ല, വേറെ ഏതെങ്കിലും കൺട്രിയിൽ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആണ്. പക്ഷെ ഇയാൾ വന്നിട്ട് പറയാണ് ഇത് അമേരിക്കയിലെ മെയ്ഡ് ഇൻ USA ആണ്, USA ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ എന്താ ചെയ്യുന്നത്, മിസ്റെപ്രസെന്റ് ചെയ്യാണ് അല്ലെ, തെറ്റായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇനി അവരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, മിസ്റെപ്രസെന്റേഷൻ ടോപ്പിന്റെ കീഴിലാണ് വരുന്നത്. പിന്നെന്താണ്, ഡീഫമേഷൻ. ഇതാണ് ഡീഫമേഷൻ. ഡീഫമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അപകീർത്തിപ്പെടുത്തുക എന്നുള്ള അർത്ഥം കേട്ടോ. ഇതാണ് അപകീർത്തിപ്പെടുത്തുക. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സ്ലാൻഡർ, ലിബൽ എന്നാണ് പറഞ്ഞത്. ഇതിന്റെ എല്ലാം ഒരേ മീനിങ് ആണ് കേട്ടോ. സ്ലാൻഡർ എന്ന് പറഞ്ഞാലും അപകീർത്തിപ്പെടുത്താം, ലിബൽ എന്ന് പറഞ്ഞാലും അപകീർത്തിപ്പെടുത്താം കേട്ടോ. അതായത് ഒരാളെ പറ്റിയിട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയാം, ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഡാമേജിങ് സ്റ്റേറ്റ്മെന്റ്സുകളൊക്കെ പറയും. ഒരാള് ഒരു ലോക്കൽ ബിസിനസ്മാനെ പറ്റിയിട്ട് മോശമായിട്ട് പറയാണ്, അയാൾ ഇങ്ങനെ ഇല്ലീഗൽ ആയിട്ടുള്ള പല പ്രവർത്തനത്തിലും ഏർപ്പെടുന്ന വ്യക്തിയാണ് എന്ന് ചുമ്മാ റൂമർ അങ്ങ് പരത്തുകയാണ്. ഓക്കെ, ചുമ്മാ ഫാൾസ് ആയിട്ടുള്ള ഒരു കാര്യം സ്റ്റേറ്റ്മെന്റുകൾ വെറുതെ പറഞ്ഞു പറ്റുകയും അതിനെയാണ് ഡിഫമേഷൻ വന്നത്. അയാളുടെ കരിയറിനെ ബാധിക്കും അല്ലെ. സ്ലാൻഡർ, ലിബൽ. ലിബൽ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതിയിട്ട് നമ്മൾ ചെയ്യുന്ന റൂമറുകളുണ്ടായിട്ട് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്ത് വിടില്ലേ തെറ്റായിട്ടുള്ള ആരോപണങ്ങള്, അതാണ് ലിബൽ എന്ന് പറയുന്നത്. അത് നമ്മൾ റിട്ടേൺ ആയിട്ട് എഴുതുന്ന എന്താ പറയാ ആരോപണങ്ങളാണ് ലിബൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്ലാൻഡർ എന്ന് പറഞ്ഞാല് നമ്മള് വെർബലി കൊടുക്കുന്ന എന്താ പറയാ ആരോപണങ്ങളാണ്. അതായത് വാക്കാൽ നമ്മൾ റൂമറുകളൊക്കെ പറഞ്ഞു തരത്തില്ലേ, അതാണ് സ്ലാൻഡർ. രണ്ടും ഒരേ കാര്യം തന്നെയാണ്. ഒരെണ്ണം എഴുതിക്കൊണ്ട് നമ്മൾ റൂമർ പരത്തുന്നു, മറ്റൊരെണ്ണം വാക്കാൽ നമ്മൾ പറഞ്ഞുകൊണ്ട് പരത്തുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താണ് മലീഷ്യസ് പെർസിക്യൂഷൻ. മലീഷ്യസ് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് കേട്ടോ. ക്രൂരമായിട്ടുള്ള പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വളരെ ഹരാസ്മെന്റ് ഒക്കെ ചെയ്യുക, അത് റിപ്പീറ്റഡ് ആയിട്ട് മനഃപൂർവ്വം ഇന്റൻഷനലി തന്നെ ചെയ്യുന്നതാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന എന്താ പറയാ ഹരാസ്മെന്റുകൾ. നമ്മള് ഭീഷണിപ്പെടുത്തുന്ന ഫോൺ കോൾസ് ചെയ്യുക, ഭീഷണി സന്ദേശങ്ങൾ അയക്കുക, ഇമെയിൽ സന്ദേശങ്ങൾ അയക്കുക, അതൊരാളെ നമ്മൾ എന്താണ് ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്നതും തുടങ്ങിയത് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് മലീഷ്യസ് പെർസിക്യൂഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, ടോർട്ടിന് എക്സാമ്പിൾ. ഏതായാലോ ഇന്നത്തെ ക്ലാസ് ഞാൻ ഭയങ്കര ചെയ്യാണ്, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ.
അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മിസ് ഈ ഡെഫമേഷൻ പറയുന്നത് ഏതാണ് എന്നത് പറയോ? ഈ ഡിഫമേഷൻ എന്ന് പറയുന്നതിന്റെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡെസിഗ്നേഷനോ? എവിടെയാണ് നമുക്ക് വേണ്ടത്? ഇപ്പോഴത്തെ ഭാഗത്തിലുള്ള മൂന്നാമത്തെ പോയിന്റ്. ഒന്ന് പറയൂടാ. മിസ്സലേനിയസ് ടോട്ട് ആണോ? അതെ അതെ. അതിനകത്ത് ഡീഫമേഷൻ അല്ലെ? ഡീഫമേഷൻ ഡെസിഗ്നേഷൻ എന്നാണ് കേട്ടത് കേട്ടോ. ഡീഫമേഷൻ എന്ന് വെച്ചാൽ അപകീർത്തിപ്പെടുത്താം കേട്ടോ. അതായത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുത്താം. ശരിക്കും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും അതിൽ നമ്മൾ തെറ്റായിട്ട് ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാം. ഒരാളെ പറ്റിയിട്ട് നമ്മൾ എന്താ പറയാ, അയാൾ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, അയാള് മോശമാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു വരുത്തുക. അതായത് അയാളെ ബാധിക്കുന്ന അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുക. ഓക്കെ, അതിനെയാണ് ഡീഫമേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപകീർത്തിപ്പെടുത്തുക എന്ന് പറയാ കേട്ടോ. അപകീർത്തിപ്പെടുത്തുക. ഓക്കെ, പറഞ്ഞു. ESA ആക്ട് പറഞ്ഞല്ലോ. അത് എന്താ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നല്ലേ പറഞ്ഞത്? വ്യാവസായിക തൊഴിലാളികൾക്ക് കേട്ടോ പ്രധാനമായിട്ടും. അതായത് ഈ സെയിം ആക്ട് തന്നെയാണോ അവര് കമ്പനിയിൽ, അതായത് വ്യാവസായിക തൊഴിലാളികൾക്ക് കൊടുക്കുന്നതും? തൊഴിലാളികൾക്കും കൊടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് മോളെ. അതിന് ശമ്പളം ഇത്ര പരിധി പറയുന്നത്. അതായത് 21,000 രൂപയാണ് ശമ്പളം പറയുന്നത്. 21,000 രൂപയിൽ കുറഞ്ഞ സാലറി ഉള്ളവർക്ക് മാത്രമേ ESI ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ കേട്ടോ. ESI തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ പല മേഖലകളിലുള്ളവരുണ്ട്. വ്യവസായം മാത്രമല്ല, മറ്റുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവരുടെ മാസവേതനം, മാസ ശമ്പളം എന്ന് പറയുമ്പോൾ 21,000 രൂപയ്ക്ക് മുകളിലാവാൻ പാടില്ല. 21,000 അതിന് താഴെയോ വേതനം ഉള്ളവർക്ക് മാത്രമേ ESI ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ കേട്ടോ, കൊടുക്കുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അത് ESI ആനുകൂല്യം എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന വേതനത്തിൽ കുറവുള്ളവർക്കൊക്കെ ESI ആനുകൂല്യങ്ങൾ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ESIനെ പറ്റിയിട്ട് നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസിന് കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഓക്കെ, ശരി, വൈൻഡ് അപ്പ് ചെയ്യാനേ. താങ്ക് യു.